നമസ്കാരം സുഹൃത്തുക്കളെ, തോൽവീതി ഓഡിയോ ക്ലാസ്സിൽ പോലീസ് കോൺസ്റ്റബിളിന് വേണ്ടിയുള്ള മോക്ക് ടെസ്റ്റുകൾ തന്നു പോകുന്നുണ്ട്. അതിനകത്തെ ക്വസ്റ്റ്യനുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ 10 ക്വസ്റ്റ്യനുകളാണ് ഈ വീഡിയോയ്ക്കകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ചോദ്യവും അതിൻ്റെ ഉത്തരവുമായിട്ടായിരിക്കും പോകുന്നത്. തെറ്റായ സ്റ്റേറ്റ്മെൻറ്റുകൾ വായിക്കുന്നതല്ല, ശരിയായ സ്റ്റേറ്റ്മെൻറ്റുകൾ ആവർത്തിച്ച് വായിക്കുന്നതായിരിക്കും. ഒന്നാമത്തെ ചോദ്യം, 1929 ലാഹോർ കോൺഗ്രസ് സമ്മേളനവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഇതിനകത്ത് 1ഉം 3ഉം സ്റ്റേറ്റ്മെൻറ്റുകളാണ് ശരി. ആ സ്റ്റേറ്റ്മെൻറ്റുകൾ മാത്രം വായിച്ചു വിടുന്നതായിരിക്കും. ജവഹർലാൽ നെഹ്റു കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനമുണ്ടായി. അതായത് 1929 ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ പ്രസിഡന്റ് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. 1929 ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിലാണ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം ഉണ്ടാകുന്നത്. രണ്ടാമത്തെ ചോദ്യം, പോണ്ടിച്ചേരി ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ട വർഷം. പോണ്ടിച്ചേരി ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ട വർഷം 1954 കേട്ടോ. 1954 പോണ്ടിച്ചേരി ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടു. മൂന്നാമത്തെ ചോദ്യം, 1938 സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് രൂപം നൽകിയത് ആരാണ്? സഹോദരൻ അയ്യപ്പനാണ്. 1938 സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് രൂപം നൽകിയത് സഹോദരൻ അയ്യപ്പനാണ്. നാലാമത്തെ ചോദ്യം, 1-ാം ലോക മഹായുദ്ധത്തിന് ശേഷം ത്രികക്ഷി സൗഹാർദ്ദ രാഷ്ട്രങ്ങൾ യുദ്ധത്തിൽ പരാജയപ്പെട്ട രാജ്യങ്ങളുമായി ഒപ്പുവെച്ച ഉടമ്പടിയിൽ ശരിയായത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞത്. 2 ഉടമ്പടിയാണ് വരുന്നത്. ഒന്ന്, ട്രയാനർ ഉടമ്പടി ഹംഗറിയുമായിട്ട് വെച്ച ഉടമ്പടിയാണത്. പിന്നെ സെവ്ര ഉടമ്പടി തുർക്കിയാണ്. അപ്പോൾ ആലോചിച്ചോ, 1-ാം ലോക മഹായുദ്ധത്തിന് ശേഷം ത്രികക്ഷി സൗഹാർദ്ദ രാഷ്ട്രങ്ങൾ യുദ്ധത്തിൽ പരാജയപ്പെട്ട രാജ്യങ്ങളുമായി ഒപ്പുവെച്ച ഉടമ്പടിയാണ്. ട്രയാനൽ ഉടമ്പടി ഹംഗറിയുമായി ഒപ്പുവെച്ചു. സെവ്ര ഉടമ്പടി തുർക്കിയുമായി ഒപ്പുവെച്ചു. അഞ്ചാമത്തെ ചോദ്യം, കൂക്ലസ് ക്ലാൻ എന്ന സംഘടന രൂപം കൊണ്ട രാജ്യം US ആണ്. കൂക്ലസ് ക്ലാൻ എന്ന സംഘടന രൂപം കൊണ്ട രാജ്യം US ആണ്. ആറാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ മലനാടുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. മലനാടുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് 75 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് മലനാട്. ശരിയാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 75 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് മലനാട്. പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായി വരുന്ന കേരളത്തിൻ്റെ ഭൂവിഭാഗമാണ് മലനാട്. അതും ശരിയാണ്. പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായി വരുന്ന കേരളത്തിൻ്റെ ഭൂവിഭാഗമാണ് മലനാട്. കേരളത്തിൽ മലനാടിൻ്റെ ശരാശരി ഉയരം 900 മീറ്ററാണ്. അതും ശരിയാണ്. കേരളത്തിൽ മലനാടിൻ്റെ ശരാശരി ഉയരം 900 മീറ്ററാണ്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ മധ്യപ്രദേശിൽ അല്ലാത്ത ദേശീയ ഉദ്യാനം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് മധ്യപ്രദേശിലുള്ള 3 എണ്ണം ആദ്യം പറയാം. ഫോസിൽ നാഷണൽ പാർക്ക് മധ്യപ്രദേശിലാണ്. ഫോസിൽ നാഷണൽ പാർക്ക് മധ്യപ്രദേശിലാണ്. കൻഹ നാഷണൽ പാർക്ക് മധ്യപ്രദേശിലാണ്. പെഞ്ച് നാഷണൽ പാർക്ക് മധ്യപ്രദേശിലാണ്. ഫോസിൽ നാഷണൽ പാർക്ക്, കൻഹ നാഷണൽ പാർക്ക്, പെഞ്ച് നാഷണൽ പാർക്ക് തുടങ്ങിയവയെല്ലാം മധ്യപ്രദേശിലാണ്. അപ്പോൾ മധ്യപ്രദേശിലല്ലാത്ത ഒരു ദേശീയോദ്യാനം ഇവിടെ തന്നിട്ടുണ്ട്, അതും കൂടെ പറഞ്ഞു പോകാം. ചദോലി നാഷണൽ പാർക്കാണ് മധ്യപ്രദേശിൽ അല്ലാത്തത്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, പുകയും മൂടൽമഞ്ഞും സംയോജിച്ചിട്ടുണ്ടാകുന്ന രൂപം എന്താണ്? സ്മോഗാണ് അല്ലേ. പുകയും മൂടൽമഞ്ഞും സംയോജിച്ചുണ്ടാകുന്ന രൂപമാണ് സ്മോഗ്. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, കാറ്റിൻ്റെ വേഗതയെയും ദിശയെയും സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ തെറ്റായത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായവ ഞാൻ ആദ്യമേ തന്നെ പറയാം. കാറ്റിൻ്റെ വേഗതയെയും ദിശയെയും സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് മർദ്ദ ചരിവുമാന ബലം, ഘർഷണം, കൊറിയോലിസ് പ്രഭാവം. അപ്പോൾ കാറ്റിൻ്റെ ദിശയെയും വേഗതയെയും സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് മർദ്ദ ചരിവുമാന ബലം, ഘർഷണം, കൊറിയോലിസ് പ്രഭാവം. അപ്പോൾ ഇവിടെ അതിനെ സ്വാധീനിക്കാത്തൊരു ഘടകം തന്നിട്ടുണ്ട്. അത് ഡോപ്ലർ പ്രഭാവമാണ് കേട്ടോ. ഡോപ്ലർ പ്രഭാവം. പത്താമത്തേത് ക്വസ്റ്റ്യനാണ് ഇനി പറയാൻ പോകുന്നത്. 10ാമത്തെ ക്വസ്റ്റ്യനോടുകൂടി നമ്മൾ ഈ ക്വസ്റ്റ്യൻ മോക്ക് ടെസ്റ്റിനകത്തുള്ള ചോദ്യങ്ങൾ ഇവിടെ ഡിസ്കഷൻ അവസാനിപ്പിക്കുകയാണ്. അടുത്ത 10 ക്വസ്റ്റ്യൻ നാളെ ആയിരിക്കും ഇടുന്നത്. അങ്ങനെ എല്ലാ ടോപ്പിക്കിൽ നിന്നും 10 ക്വസ്റ്റ്യൻ വീതമായിരിക്കും നമ്മൾ പഠിച്ച് പോകുന്നത്. അപ്പോൾ 10ാമത്തെ ക്വസ്റ്റ്യൻ, നെൽകൃഷിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നെൽകൃഷിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യം ഞാൻ ശരിയായ പ്രസ്താവനകൾ പറയാം.
നെല്ല് ഒരു ഖാരിഫ് വിളയാണ്. ശരിയാണ്, നെല്ല് ഒരു ഖാരിഫ് വിളയാണ്. മഴ കുറഞ്ഞ പ്രദേശങ്ങളിലും ജലസേചന സൗകര്യത്തോടെ നെൽകൃഷി ചെയ്യാവുന്നതാണ്. മഴ കുറഞ്ഞ പ്രദേശങ്ങളിലും ജലസേചന സൗകര്യത്തോടെ നെൽകൃഷി ചെയ്തു വരുന്നുണ്ട്. നദീതടങ്ങളിലും തീരസമതലങ്ങളിലുമാണ് മുഖ്യമായി നെൽകൃഷി ചെയ്യുന്നത്. നദീതടങ്ങളിലും തീരസമതലങ്ങളിലുമാണ് മുഖ്യമായി നെൽകൃഷി ചെയ്യുന്നത്. ഇതൊക്കെ നെൽകൃഷിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനയാണ്. ഇനി ഒരു തെറ്റായ പ്രസ്താവന ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതെന്തെന്ന് കണ്ടെത്താനായിരുന്നു നമ്മുടെ ചോദ്യം. അതും കൂടി ഒന്ന് പറഞ്ഞേക്കാം. ലാറ്ററൈറ്റ് മണ്ണാണ് നെൽകൃഷിക്ക് അനുയോജ്യമെന്ന് പറഞ്ഞേക്കുന്നത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി വരും ദിവസങ്ങളിൽ ഇടുന്നതായിരിക്കും. ചെറിയ ചെറിയ വീഡിയോകൾ ചെയ്യാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് 10 ക്വസ്റ്റ്യൻ മാത്രം നമ്മൾ ഡിസ്കസ് ചെയ്ത് മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും ക്ലാസ്സുകൾ കേട്ട് പഠിക്കുക. താങ്ക് യു.